ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 10 അധ്യായം 24-25 വാക്യങ്ങൾ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളാം. നാൾ സമീപിക്കുമെന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാണ്. ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം 10 അധ്യായത്തിൽ 24-25 വാക്യത്തിൽ എബ്രായ ലേഖകൻ സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ ആരാധനയിൽ ക്രമമായി സംബന്ധിച്ച് അന്യോന്യം പ്രബോധിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നതായി നാം കാണുന്നു. ക്രിസ്തീയ വിശ്വാസവും സ്നേഹവും പ്രത്യാശയും കൂട്ടായ്മയും കാത്തു സൂക്ഷിക്കുന്നതിനും അവയിൽ വളരുന്നതിനും ആരാധനയ്ക്കുള്ള പങ്ക് ഇവിടെ എബ്രായ ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നു. ആരാധനയുടെ അനിവാര്യതയും അനുഭവങ്ങളും നമുക്ക് ദർശിക്കാൻ ഇവിടെ സാധിക്കുന്നു. അന്യോന്യം സ്നേഹിക്കുന്നതിനും ദൈവത്തെ സ്നേഹിക്കുന്നതിനും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിനുള്ള ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ ആരാധന നമ്മെ സഹായിക്കുന്നുവെന്ന് എബ്രായ ലേഖകൻ പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിൻ്റെ നാൾ വരുന്നതുവരെ ക്രിസ്തീയ കൂട്ടായ്മയിൽ നാം ഓരോരുത്തരും വളർന്നു വരേണ്ടവരാണ്. ഇപ്രകാരം ഉള്ള വളർച്ച സാധ്യമായി തീരുന്നത് ആരാധന അനുഭവങ്ങളിലൂടെയാണ്. നമുക്ക് ആരാധനയും കൂട്ടായ്മയും നഷ്ടപ്പെടുത്തുമ്പോൾ, അതായത് നമ്മളത് പങ്കുചേരാതിരിക്കുമ്പോൾ നാം നഷ്ടപ്പെടുത്തുന്നത് ആരാധനയും കൂട്ടായ്മയും മാത്രമല്ല, സ്നേഹവും സൽപ്രവൃത്തികളും പ്രത്യാശയുമാണ്. സ്നേഹവും സൽപ്രവൃത്തിയും പ്രത്യാശയും നിത്യം നിലനിൽക്കുന്നതിനെ പറ്റി പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13 അധ്യായത്തിൽ 13 വാക്യത്തിൽ പറയുന്നുണ്ട്. വിശ്വാസം, പ്രത്യാശ സ്നേഹമാണെന്നും ഇവയിൽ വലുത് സ്നേഹമാണെന്നും പൗലോസ് പറയുന്നു. നമ്മുടെ ആരാധന അനുഭവങ്ങളും വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവ വളർത്തുന്നതിനും അവയിൽ നിലനിൽക്കുന്നതിനും നമ്മെ സഹായിക്കുന്നു. ആരാധനയും കൂട്ടായ്മയും നഷ്ടപ്പെടാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ആരാധനയെ മാറ്റുവാൻ ഈ ക്രിസ്മസ് കാലയളവിൽ സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.